പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്.
അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, ഗുണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവേ, ഞങ്ങൾ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിൻ്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട് ഈശോയെ. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുമേ. ഇന്നൊരു രസമുണ്ടായേ. ഇന്നലെ ഞാൻ ആൾക്കാരെ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നിയവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതനുസരിക്കും. കാര്യം ഈ കൃപാസനത്തിലെ ആൾക്കാരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ച് പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ, നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും. ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കും, ചേട്ടാ സുഖമാണ്, ചേട്ടാ വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, എനിക്കറിയാമല്ലോ. പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ഇല്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും, വരാം ചേച്ചാ കൈ നനയൊന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങനത്തെ ലോകത്തുണ്ടായിരുന്നു. ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് ആൾക്കാരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയൊരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തില്ല. അപ്പോൾ അവരെ മെലിഞ്ഞ ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ
അവർ അവിടെ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, അത് ആ മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അത്താര വരികയാണെങ്കിലും ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെക്കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയെ കുരിശിട്ട്. അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പം ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തറയിലേക്ക് ഞാൻ സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ടേ. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനൻ കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. ലതകുമാരി, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹ കാര്യമാണ് പറയുന്നത്. അവൾക്ക് പഠിച്ചുകൊണ്ട് BCom ലാസ്റ്റ് എക്സാം 6th സെമ്മിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴാണ് ഒരു വിവാഹം വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തായാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് ഇത് സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അമ്മ ഇത് നടത്തി തരാവൂ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോവാവൂ എന്ന്. അവർ വന്ന് ഒരു മെയ് 1 വന്ന് പെണ്ണ് കണ്ടു. മെയ് 12 തന്നെ എൻഗേജ്മെൻറ്റും നടന്നു. 6 മാസം കല്യാണത്തിന് സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും വച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി, അതും പ്രമാണം ബാങ്കിലാണ് ഇരുന്നത്. അത് വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 വർഷമായിട്ടും നടക്കാതിരുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്ത ഒപ്പ് കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞ് അവിടെ വസ്തുവിൽ കൊണ്ട് ഇടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ വസ്തു നോക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ വില ഉറപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രമാണമെല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ആകെ 4 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനിറങ്ങിയത്. അവൾക്ക് അവിടെ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലായിരുന്നു അവർ. എന്നാലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, മകൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ അമ്മ എനിക്ക് കല്യാണത്തിന് നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങൾ വിചാരിച്ചതിൽ നിന്ന് അവൾക്ക് എല്ലാം കൊടുക്കുവാനും നല്ല രീതിയിലൊരു കല്യാണം നടത്തുവാനും എല്ലാവരും എന്നോട് വന്ന് പറയുകയും ചെയ്തു. നല്ല രീതിയിൽ നീ വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് നടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വിവാഹം സംബന്ധിച്ച് എനിക്ക് 1 രൂപ പോലും പലിശ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എന്നെ കൂടെ നിന്ന് ഒരു അമ്മ മകളുടെ വിവാഹത്തിന് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ വന്ന് നിന്ന് എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണമെന്ന്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 രൂപ പോലും പലിശ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ എല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു കടമോ ഒന്നുമില്ലാതെ തന്നെയാണ് മോളുടെ കല്യാണം നടന്നത്. രണ്ടാമതായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാമ്പ് 8 അടി വീരൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുക. അറിഞ്ഞില്ലായിരുന്നു പാമ്പിൻ്റെ പുറത്താണ് നിൽക്കണേന്ന്. എന്താണ് ഇത് കിടക്കുന്നതെന്ന് പറഞ്ഞ് തറയിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത്.
പിന്നെ അത് പാമ്പായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറി പെട്ടെന്ന് ആ കാലുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടി എറിഞ്ഞത്. പക്ഷെ എന്നെ കടിച്ചില്ല പാമ്പ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ 3-ൻ്റെ അന്ന് പിന്നെയും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു ഇടവഴിയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പാമ്പിൽ ചവിട്ടി. പക്ഷേ അദ്ദേഹത്തിനെയും കടിച്ചില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ അമ്മ ഉണ്ട് കാവലായി എന്ന്. രണ്ടാമത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടാണ് ഞാൻ ആ എക്സാമിന് പോയത്. എക്സാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കണ്ടില്ല. ഞാൻ തിരിച്ച് ഉടഞ്ഞതിന് കുറച്ച് ദൂരമാണ് എക്സാം പോയി. എന്നാലും ഞാൻ തിരിച്ച് ഉടഞ്ഞ് തന്നെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും ആ ഉടമ്പടി കാശ് രൂപം കിട്ടിയില്ല. പിന്നെ ഞാൻ 3 ദിവസം, എനിക്ക് 3-ൻ്റെ അന്ന് പിന്നെയും ഒരു എക്സാം അവിടെ ഉണ്ടായിരുന്നു. 3-ൻ്റെ അന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞു. ഈ 3 ദിവസവും ഞാൻ ഉണ്ണാതെയോ ഉറങ്ങാതെയും കരഞ്ഞ് വിഷമിച്ച് നടന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശ് രൂപ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉടമ്പടി നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ അമ്മേ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപ ഒന്ന് തിരിച്ച് തന്നു തന്നെ ആവണം അമ്മയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ മൂന്നാമത്തെ ദിവസം അവിടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അവിടെ ഭയങ്കര മഴയുള്ള ഒരു ദിവസം ചെളിയെല്ലാം കിടന്ന് അവരവിടെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തീയെല്ലാം ഇട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 2 വീലർ അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയതും ആദ്യം കണ്ടത് ഞാൻ ആ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ മുഖത്ത് ഒരു വെട്ടം പ്രകാശിക്കുന്നത് പോലെയാണ്. ഞാനാണെങ്കിൽ കാരണം ഞാൻ അവിടെ രണ്ടാമത് തിരിച്ചു വന്ന് നോക്കിയ സ്ഥലമാണ്. പിറ്റേന്ന് ഞാൻ പോയി നോക്കി, കണ്ടില്ല. 3-ൻ്റെ അന്ന് പോയപ്പോഴത്തേക്കും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ഞാൻ അമ്മയ്ക്ക് കാരണം ആ പരീക്ഷ ഹാളിൽ ഞാൻ 3-ാമത്തെ എക്സാമിന് കയറിയപ്പോൾ ആ കാശ് രൂപം കൊണ്ട് തന്നെയാണ് കയറിയത് ഞാൻ എക്സാമിന്. അത് 2-ാമത്തെ എൻ്റെ സാക്ഷ്യം. 3-ാമത്തത് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ എല്ലാവർക്കും കാശ് രൂപവും അമ്മയുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒന്നും കളഞ്ഞു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾക്കെങ്കിലും ഒരു കുഞ്ഞ് കാശ് രൂപം കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഓണത്തിന് മോൾ എക്സാമിന് പോയിട്ട് വന്നപ്പോൾ വേനിലാണ് പോണത്. ഞങ്ങൾ തിരുവനന്തപുരം കാരക്കമണ്ഡപത്താണ് താമസിക്കുന്നത്. ആ വേനിൽ നിന്ന് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു കാശ് രൂപമാണ് ഇത്. കാരണം ഒരു ഉടമ്പടി കാശ് രൂപമാണ്. പക്ഷേ ഞാൻ അപ്പോൾ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇത് ഏതോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മ അവരുടെ കയ്യിലിട്ട് കൊടുത്തതാണ് എക്സാമിന്. അത് മോൾ എന്തായാലും വേനിൽ പോയി തിരിച്ച് കേൾക്കണം എല്ലാവരോടും. അവളെല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെയെങ്കിലും കാശ് രൂപം എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ, കൃപാസനത്തിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെയും ആരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ആ ഒരു കാശ് രൂപം നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇത് വഴിയെങ്കിലും ആരെങ്കിലും ഈ കാശ് രൂപത്തിന് അവിടെ ഉണ്ടെങ്കിൽ അജിത് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അവരാരെങ്കിലും വന്നാൽ ഞാൻ ഇത് തിരിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ കാശ് രൂപം അല്ല, ഇത് വേറെ ആളുടേതാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഇത് തിരിച്ച് ഞാൻ കൊടുക്കും അവർക്ക്. രക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം എല്ലാവർക്കും ഞാനും എൻ്റെ ഇളയ ആളും കൂടെ 2 വീലറിൽ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പള്ളിയുടെ നടയിൽ അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ എല്ലാവരും നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വിശേഷവും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറില്ല. കാരണം ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡിങ് ആനിവേഴ്സറി വന്നാലോ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചേട്ടൻ പോകുമ്പോഴേ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതി ചോറോ എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ പുള്ളി പുറത്തുനിന്നെങ്കിലും വാങ്ങി ആർക്കെങ്കിലും ഒരു പൊതി ചോറോ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ സഹായം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃപാസനത്തിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സഹായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവരും ഞങ്ങൾ ഒരു തുക ചെയ്ത് വിചാരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവർ തന്നെയാണ് കൊണ്ടു കൊടുക്കാനും ഡ്രസ്സോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യാറുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജപമാല എന്തെന്ന് പോലും അറിയാത്ത ഞാനിപ്പം ജപമാല എടുക്കണുണ്ട്. ബൈബിൾ വായിക്കുന്നുണ്ട്. 2 നേരം പ്രാർത്ഥനയുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച. എല്ലാം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത് മായ എന്ന് പറയുന്ന ഒരു ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം അവർ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ഒരു പള്ളി സ്വപ്നം കാണുകയാണ്. പള്ളി വന്നപ്പോഴത്തേക്കും നല്ല മാല റോഡിൽ ഇങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഒരു പള്ളിയുണ്ട് നമുക്ക് തൊഴാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ 2 സൈഡിലും മാലാകന്മാരെ പോലെ കുഞ്ഞ് പിള്ളേർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം. അപ്പം എന്നോട് ഒരാൾ പറയുന്ന മോളെ ഇന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങൾ പോയാലും അകത്തോട്ട് കയറി നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞങ്ങൾ അന്ന് എനിക്ക് വന്ന് ഞാൻ അകത്ത് എങ്ങനെയും ഇടിച്ച് കയറിയെങ്കിലും ഞാൻ മാതാവിനെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ച് വിഷമത്തിൽ പോയി ഞാൻ പുറത്തുള്ള ഒരു മാതാവിനെ തൊഴിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന് അവസാനം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഒരു സൺഡേയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആൾ. പക്ഷേ അന്ന് ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ മാതാവെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാം തൊഴുതിട്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും ഇവിടെ അന്ന് ധ്യാനം ഉള്ളത് കൊണ്ട് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു
അറിയത്തില്ലായിരുന്നു ഇവിടെ എന്താണെന്ന്. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. 3-ൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും മാതാവിനെ കണ്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്നതും ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം വരുമ്പോൾ മാതാവിനെ കാണില്ല എന്നായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെ 1 മാസം കഴിഞ്ഞാണ് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കാണുന്നത്. എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോയെയും എല്ലാവരെയും കാണുന്നത്. പിന്നെ എനിക്ക് ഒരു 11 വർഷമായിട്ട് എൻ്റെ 2 കാലും ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര കോച്ചി പിടിക്കാൻ പോകണം. കാരണം ഉറക്കത്തിൽ എണീച്ചിരുന്ന് ഭയങ്കര കരച്ചിലാണ് ഞാൻ. ഭയങ്കര കരച്ചിൽ, നല്ല വേദനയാണ് കാല് കോച്ചി പിടിച്ച്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടൂറൊക്കെ പോകുമ്പോൾ പോലും പോകാൻ പറ്റില്ല. കാരണം അത്രയും കാല് കോച്ചി പിടിക്കുക, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. എപ്പോഴും കാലിൽ മരുന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പത്തിയോട് ഈ തൈലം കൊണ്ട് എൻ്റെ കാലിൽ പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ എത്ര ദിവസം കൊണ്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് നല്ലതായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണോ അമ്മേ, ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ച് ഉടമ്പടി തൈലം എന്നും ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് 6 മാസമായിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര തണുപ്പിൽ നിന്നാലും കുഴപ്പമില്ല, രാത്രി കാല് മൂടാറില്ല. ഞങ്ങളിപ്പോൾ ഓണത്തിന് തന്നെ ഞാൻ എവിടെ തണുപ്പത്തെല്ലാം പോയിട്ട് പോലും എനിക്ക് കാല് കോച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കാല് കോച്ചി പിടിക്കലും മാറ്റി തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63 7-8 വചനമാണിത്. അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കാത്ത സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് കൂടെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഈശോയും അമ്മയും ഉടമ്പടി മക്കളെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ലതാകുമാരി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ അനുഗ്രഹമാണ്. കൃപാസനം പള്ളിയിൽ വന്നപ്പോൾ ആദ്യമായി ഉണ്ടായിരുന്ന സ്വപ്നവും പിന്നെ വന്ന് കണ്ടതും, മൂത്തമകളുടെ വിവാഹം അതൊരു സ്വപ്നമായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് 5 സെൻറ്റ് സ്ഥലം വിൽക്കുവാനായിട്ട് 8 വർഷമായി കാത്തിരുന്നു. ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിലേക്ക് ആ വിൽപ്പന ആയിട്ട് ആളുകൾ പല വ്യക്തികളും വരുവാനായിട്ട് സാധിച്ചു. അതിന് പെട്ടെന്ന് വിൽക്കുവാനും മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തുവാനും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് എന്നാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നെയാണ് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പിൻ്റെ ശല്യം. അതും കാലിൻ്റെ അടിയിൽ ഒരട്ടടി മുറുക്കൻ പാമ്പായിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടായിരുന്നു. പക്ഷെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു. അവിടെയും ഈശോയും അമ്മയും ഇവരെ കരുതലോടെ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ ചിറകിൻ കീഴിലാണ് ഇവരെ സംരക്ഷിച്ചത്. അവിടെ നിന്നും ഈ മകൾക്കൊരു വലിയൊരു സംരക്ഷണമാണ്. ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയും അമ്മയും ഇവരെ എപ്പോഴും താങ്ങി നിർത്തുന്നതായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ മകളുടെ കാശുരൂപം, മകൾക്കൊരാഗ്രഹമുണ്ടായിരുന്ന ഒരു കാശുരൂപം എന്തെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന്. അതൊരു ഉടമ്പടി കാശുരൂപം അമ്മ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഈ മകളുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ ഈ മകൾ പ്രാർത്ഥിച്ചത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാല് കോച്ചിയുള്ള ഒരു ഭയങ്കര ഒരു വേദന, 11 വർഷത്തോളം ഈ മകൾ ആ വേദനയിൽ ബുദ്ധിമുട്ടി. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്ക് ആ വേദനയിൽ നിന്ന് ഒരു വലിയൊരു രോഗസൗഖ്യം ഈശോയും അമ്മയും കൊടുത്തത്. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോയും അമ്മയും അവിടെ ചിറകിൻ കീഴിലാണ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. നമ്മൾ അവരോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലതാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജിഷ പോള്. ഞാൻ വാളകത്തു നിന്നാണ് വരുന്നത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 24/7/2022 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ ജോന മരിയാജി, ഹസ്ബൻഡ് അജിമോൻ തോമസ് എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞ് +2 പഠിക്കുമ്പോൾ വളരെ ഉഴപ്പായിരുന്നു. അവൾക്ക് ആത്മീയത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൾ നിർബന്ധിക്കുമായിരുന്നെങ്കിൽ
പഠിക്കുമെങ്കിലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല. എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ വരുമെങ്കിലും പ്രാർത്ഥനയിലൊട്ടും ആഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ പച്ചത്തിരി കത്തിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പച്ചത്തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം വന്നു. അതിനുശേഷം അത് വലുതായതും അതിനകത്ത് ഒരു ഭാഷയിൽ എന്തോ എഴുതി വന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അത് മാതാവിനോട് ചോദിച്ചു എന്താണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലാത്ത കാരണം പിന്നെ ഞങ്ങളെ തോന്നിച്ചു ഇത് ഹീബ്രു ഭാഷയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീബ്രു ഭാഷയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ അത് ജോനയുടെ പേരായിരുന്നു. അതിനകത്ത് എഴുതി വന്നത് ഇത് ജോനയുടെ പേരായിരുന്നു. ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇവളുടെ പേര് യേശുവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അവളെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കാതെയും ഒക്കെ പരീക്ഷയുടെ സമയത്തും ഒക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം വന്നത്. അത് മാതാവ് തോന്നിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. അവൾ ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൾക്ക് ദൈവം കൊടുത്ത വലിയ കൃപയെക്കുറിച്ചും എൻ്റെ മകൾ പറയുന്നതാണ്. ഞാൻ അവൾക്ക് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ജോന മരിയാജി. എനിക്ക് 18 വയസ്സാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 15/3/2025 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ +2 എക്സാം തന്നെയായിരുന്നു. എൻ്റെ +2 എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിന് ബയോളജി ആയ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ കാശുരൂപവും ഉപ്പും തേനും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ എക്സാംസിനും അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ബയോളജി എക്സാം ശരിക്കും മാതാവ് എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിന് രാവിലെ മുമ്പ് ഞാൻ ഈ പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ബ്ലാങ്കാണ്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നത്. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. ആ എക്സാമിന് എനിക്ക് 94ഉം ബാക്കി എല്ലാ എക്സാംസിനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കാണ് എനിക്ക് തന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം എന്ത് ആക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്കൊരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഏശയ്യാ 45ൻ്റെ 2-3 വാക്യങ്ങളാണ്. ആകയാൽ കർത്താവ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലും ഒഴുക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളൊരു ഏജൻസീനെ പരിചയപ്പെട്ടു. ആ ഏജൻസിയിൽ പോണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൻ്റെ ഇവിടെ വന്ന് അൾത്താരയിൽ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ മാതാവിനോടും യേശുവിനോടും പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നീയും മാതാവും കൂടെ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ എന്നും പറഞ്ഞ് ഞങ്ങൾ ഏജൻസിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തു തന്നത് ഓസ്ട്രേലിയയാണ്. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല. കാര്യത്തിൽ നല്ല ഹൈ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം പോകുന്ന ഒരു കോഴ്സാണത്. പക്ഷേ മാതാവിൻ്റെ യേശുവിൻ്റെ ഉറപ്പിൽ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് ഞാൻ IELTS എഴുതാൻ പോയതാണ്. IELTS എഴുതാൻ പോയ ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയും. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത്. അത് മാത്രമല്ല ഞാൻ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അത് മാത്രമല്ല ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ 7-8 പ്രാവശ്യമൊക്കെ IELTS എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല. എനിക്ക് ആകെ വിസ പ്രോസസ്സിങ്ങിൽ മാത്രമായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരുള്ളൂ. IELTS ഒക്കെ ഞാൻ ഈസിയായിട്ട് പാസ്സാവുന്നതായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ എക്സാം വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കണ്ടതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മെറിറ്റായിരുന്നു എനിക്കെല്ലാം. എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടുമെന്നായിരുന്നു എൻ്റെ ഉറപ്പ്. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ 7 വേണ്ടടുത്ത് ഒരെണ്ണത്തിന് മാത്രം 6.5. ബാക്കി എല്ലാത്തിനും 8ഉം 7.5 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന് മാത്രം 6.5 ആയിപ്പോയി. അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, അതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതെല്ലാം 0.5-നാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ PT എഴുതാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവർ റൂളും ചേഞ്ച് ചെയ്തു. അത് പിന്നെയും ഡിഫിക്കൽട്ടാക്കി. അങ്ങനെ എനിക്ക് PTയും ആദ്യത്തെ തവണ ഭയങ്കര എളുപ്പമായിരുന്നു. അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കണം ഓസ്ട്രേലിയ? എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വേണ്ടി ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം IELTS എഴുതി, ഞാൻ 1 പ്രാവശ്യം PT എഴുതി, എന്നിട്ടും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കവിളിൽ തട്ടി.
അങ്ങനെ ഞാൻ പോയി ലാസ്റ്റ് എക്സാം ഒരു ഇതുമില്ലാതെ ഞാൻ എഴുതിയത്. ഞാൻ പഠിച്ചില്ല, ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതിനകത്ത് PG എഴുതുന്നവർക്കറിയാം ഔട്ട് ഓഫ് 90 ആണ് ഈ PTയുടെ മാർക്ക് സ്കോർ വരുന്നത്. അങ്ങനെ എനിക്ക് ഓവറോൾ 90 ആയിരുന്നു സ്കോർ എൻ്റെ. അതെനിക്ക് വലിയൊരു മിറക്കിളായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ആ എക്സാമിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഔട്ട് ഓഫ് ഫുള്ള് കിട്ടാനുള്ളത് ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു മിറക്കിളായിരുന്നു എനിക്ക്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നിലം കരയാക്കുന്നതിൻ്റെ കാര്യമായിരുന്നു. അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മാർച്ചിലാണ്. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്കൊരു 1.5 ഇയേഴ്സിലാണ് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കസിൻ ഉണ്ട്, ഇങ്ങനെ 1.5 ഇയേഴ്സ് എടുത്തുകൊണ്ട് അവർ ഓസ്ട്രേലിയ ഡ്രോപ്പ് ആക്കിയ കസിൻ ഉണ്ട്. അത് പക്ഷേ എൻ്റെ ബർത്ത്ഡേ 29 ഓഗസ്റ്റ് 2025 എനിക്കിത് തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേ ദിവസം എനിക്ക് ഈ ഇൻകം ടാക്സ് പേയ്മെൻറ്റും അടച്ച് എനിക്ക് ഈ നിലം കരയാക്കിയത് എനിക്ക് തന്നു മാതാവ്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എപ്പോഴും ഏത് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിലോ RTO ഓഫീസിലോ എവിടെ പോയാലും പപ്പ ഉപ്പും തേനും ഉപ്പും അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി ഇടുമായിരുന്നു. തേനും അപ്പൻ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ടൈം ഷോർട്ടനിങ്. ഏകദേശം ഒരു 5 മാസത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരു 1.5 വർഷം എടുക്കേണ്ട കാര്യം ഒരു 5 മാസത്തിൽ. അതിന് മാതാവിന് യേശുവിന് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനി അടുത്തൊരു കാര്യം ലോണിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലോണിൻ്റെ കാര്യത്തിൽ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ 1 മാസത്തിലൊക്കെയാണ് അവർക്കത് ലോൺ പാസ്സാവുന്നത്. അപ്പോൾ 1 മാസം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പപ്പ എപ്പോഴും ഈ ബാങ്കുകളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ PT എക്സാം പാസ്സാവുന്നതിന് തൊട്ട് മുമ്പ് അവർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി വെച്ചു. എന്നിട്ട് PTയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പാസ്സാവാത്തതുകൊണ്ട് 2ാമത്തെ PT എക്സാം വരെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. ഒരു ബാങ്കുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം പാസ്സായി അവർ ഡോക്യുമെൻറ്റിനോട് ചെന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് സീറ്റ് എടുക്കാൻ പറ്റി. അടുത്തത് എൻ്റെ GS അസസ്മെൻറ്റിൻ്റെയും CEO വരുന്നതിൻ്റെയും കാര്യമായിരുന്നു. അങ്ങനെ CEO വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു, അതും വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യത്തിലേക്ക് എത്തി. പേയ്മെൻറ്റ് അടച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആദ്യത്തെ പേയ്മെൻറ്റ് ഡിക്ലൈൻ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഞാൻ മൈനറിൽ നിന്ന് മേജർ ആക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ കാർഡിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് വിസയ്ക്ക് വയ്ക്കുമ്പോൾ. അത് ഞങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് അത് മുമ്പേ നടന്ന് ഞങ്ങൾക്കത് കാണിച്ചു തരുവാണ് ചെയ്തത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു. അടുത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഡിസംബർ 4-ാം തീയതിയാണ് ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓഫീസിൽ നിൽക്കുവാണ് അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, എബ്രായർ 13:6. അത് ആകയാൽ ദൈവം നിനക്ക് തുണ, നീ പേടിക്കേണ്ട, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും, അതായിരുന്നു ആ വചനം. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായി. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ അയച്ചു, പേയ്മെൻറ്റും അടച്ചു, എല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 1 മാസം എടുത്തു. 1 മാസം കഴിഞ്ഞു, വിസ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാനുവരി 6-ന് ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബദനി മഠം എന്ന് പറയുന്നൊരു മഠമുണ്ട്. അവിടെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാൻ, അവിടെ ഇങ്ങനെ മെൻ്റൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരുടെ നഖം വെട്ടി കൊടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൃപാസന പത്രം ഞാൻ വഴിക്കട നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വിസ വന്നു എന്ന്. പറഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന വിസ ആ ദിവസമാണ് വന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ധനഹ പെരുന്നാൾ.
അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് റിലേറ്റായി നിൽക്കുന്ന ഒരു ദിവസം തന്നെ വരുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിസ വരണം. കാരണം അത് സാക്ഷ്യത്തിൽ പറയുമ്പോൾ മാതാവിനോടനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാതാവിന് യേശുവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ടിക്കറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി 5-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിൽ. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വലിയ 2 കാര്യം പറയാനുള്ളത്, ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഈ മാതാവിൻ്റെ അതേ കളറുള്ള ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ ബാഗും കയ്യിലുള്ള എല്ലാ സാധനവും അതേ കളറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇനി മാതാവാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടത്. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഉള്ളിൽ എനിക്ക് അതിയായ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്ത് എനിക്കറിയാം മാതാവാണ് ഈ വന്നിരിക്കണേന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അത് മാത്രമല്ല മാതാവ് ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന് മാതാവ് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് വന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് മാതാവ് എനിക്ക് പോണതിന് മുമ്പ് ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നേരെ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രംബ്ലിങ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ട്രംബ്ലിങ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ നിലത്ത് കിടന്നിങ്ങനെ കരയുവാണ്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ 2 മാലാഖമാർ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. ഇത്രയായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ ആ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് പോയ്സൺ അടിച്ചു. ഞാൻ 2-3 വർഷത്തിനുള്ള ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ. പക്ഷേ അമ്മയ്ക്കും വന്നു, എൻ്റെ അനിയത്തിക്കും വന്നു. അവർക്കൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറി. എനിക്കിത് ഒരാഴ്ചയായി, അത് മാറണില്ല. അങ്ങനെ മാറില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി കർത്താവായിട്ട് ഞാൻ അത്യാവശ്യം ടോക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ചിലപ്പോൾ എനിക്കത് പീഡാസഹനത്തിന് വേണ്ടിയിട്ട് കർത്താവ് തന്നതായിരിക്കും എന്ന് ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി തുടങ്ങി. ഞാൻ ആക്ച്വലി എൻ്റെ 10th വരെ ഞാൻ കർത്താവിനോട് ഭയങ്കര അടുത്ത് നിന്ന ഒരാളാണ്. 10th വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും നാൾ എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് നീ എന്നെ കൈവെള്ളയിലല്ലോ ഇത്രയും ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അതെൻ്റെ അഹങ്കാരം കൊണ്ട് ചോദിച്ചാണ്. അത് ഞാനിപ്പോൾ സോറി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കൂല, എന്ത് വന്നാലും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോരം കൈവെള്ളയിലാണ് എന്നെ അത്രയും നാൾ കൊണ്ടു നടന്നതെന്ന്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വന്നേ പിന്നെ അതുവരെ ഞാൻ കർത്താവിനോട് ടോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാൻ പിന്നെ ആ ടോക്ക് എനിക്ക് പിന്നെ ഒന്ന് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എന്ത് കാര്യം വന്നാലും എനിക്കിപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ് എന്നോട് ആൻസർ പറയുന്നത് ഭയങ്കര ഒരു ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ട് കർത്താവിനോട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഉടമ്പടിക്കടെ കിട്ടി ഇതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്കൊക്കെ സുഖമുള്ള ഒരു സ്ഥലമാണത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഞാൻ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനോട് ഇത്രയും സ്നേഹം വന്നപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ നിത്യജീവൻ കൺവേർട്ടായി. എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം, അതായിരുന്നു എൻ്റെ നിത്യജീവൻ. ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ നിത്യജീവൻ. അതാണ് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും അവർക്ക് പൈസ കൊടുക്കാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 20 ബണ്ടിൽ എല്ലാ മാസവും വാങ്ങും. പിന്നെ ഈ ഡിസംബറിലൊക്കെ 30 ബണ്ടിലാക്കി. അങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. അങ്ങനെ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സാധാരണ ഇതിന് ലോൺ വയ്ക്കുമ്പോൾ വെറ്റ് ഏരിയ ശരിക്ക് ലോണിന് എടുക്കില്ലാത്തതാണ്. സാധാരണ ഇതിന് കരഭൂമിയാണെങ്കിൽ മാത്രമേ അതാവുള്ളൂ. ഇത് ഇപ്പോഴത്തെ നിലയിൽ ശരിക്കും ഗവൺമെൻറ് ഇത് മാറ്റിത്തരുന്നെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടാനായിട്ട് എല്ലാ ഓഫീസുകളിലും പ്രയോറിറ്റി കിട്ടാനായിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച വഴി മാതാവ് തിരുക്കുമാരനും ടൈം ഷോർട്ടിങ് ചെയ്തു തന്നുണ്ട്. ഇങ്ങനെ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.
ആത്മീയമായി ഞാൻ വളരെ ദൈവത്തോടും മാതാവിനോടും വളരെ അറ്റാച്ച്മെൻ്റായിട്ട് നിൽക്കുവാനുള്ളൊരു കൃപ എനിക്ക് തന്നു. എന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു അടയാളം ഞാൻ ചോദിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മാതാവ് എന്താണ് ഞങ്ങൾക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പച്ചത്തിരിയിൽ ഓസ്ട്രേലിയയിൽ ഇവിടെ പോകുന്ന ക്യാൻബറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ മാപ്പ് തിരിയിൽ കാണിച്ചു തന്നു. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് യേശുവും അത് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ സാധാരണ രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സ്കൂട്ടറിൽ പോയി നമ്മൾ എങ്ങനെ നടക്കണം, എവിടെ കൊടുക്കണം, എത്ര പൊതി കൊടുക്കണം, അത് മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ ചെന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി കൊടുക്കുമ്പോൾ അവിടെ ആളുണ്ടാവും, നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും. ഞാനിപ്പോൾ 12ാമത്തെ ഉടമ്പടി പുതുക്കി 3.5 വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ജിഷ എന്ന ഈ സഹോദരിയും മകൾ ജോവാനയും ഈ അൾത്താരയിൽ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജോവാനയുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ എത്ര കണ്ട് ഈശോയോടുള്ള നിഷ്കളങ്ക സ്നേഹത്തിൽ പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തുന്നത് എത്ര വലുതെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വിദേശ ഭാഷാ പഠനമാണ് പ്രത്യേകമായി ആദ്യം സൂചിപ്പിച്ചത്. എളുപ്പമെന്ന് നിസ്സാരമെന്ന് മകൾ കരുതിയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യ പരീക്ഷകൾ അത് 4 തവണ പരാജയപ്പെട്ടത് മകൾ ഏറ്റുപറയുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പരാജയം മനസ്സിൽ കണ്ടവളല്ല. എന്നാൽ നിസ്സാരമെന്ന് കരുതിയ IELTS-ഉം PT-യും പരീക്ഷകൾ പരാജയപ്പെട്ട് കഴിവിലുള്ള ആശ്രയം മുഴുവനും വിഫലമാകുമ്പോഴാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വളരെ കണ്ണീരോടുകൂടി ഈ വിഷയം കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ജോസഫച്ചൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ ഏങ്കിലടച്ച് നിലവിളിച്ചാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. കാരണം എനിക്ക് നിസ്സാരം ജയിക്കാമെന്ന് കരുതിയത് ഒരു തരത്തിലും ജയിക്കുവാനാവാത്ത വിധം എനിക്കത് അകന്നു പോകുമ്പോൾ അതെന്നെ വല്ലാതെ തകർത്തിരുന്നു. എന്നാൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു കാശ്രൂപം കൈമാറിക്കൊണ്ട് നിൻ്റെ പരീക്ഷയ്ക്ക് കുഴപ്പമുണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞ് കവിളിൽ തട്ടിവിടുമ്പോൾ മകൾ പറയുന്നുണ്ട്, പഠിച്ചിട്ടല്ല അടുത്ത തവണ ഞാൻ പരീക്ഷ എഴുതുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് മുഴുവനും ഏൽപ്പിച്ചു കൊടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഏറ്റവും നല്ല മാർക്ക് 90 മാർക്ക് അതിൻ്റെ ഹയസ്റ്റ് സ്കോറാണ്. അതേ മാർക്ക് നൽകി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയാൽ നല്ല വിജയം നൽകി എൻ്റെ ആ പരീക്ഷ വിജയിപ്പിക്കുകയും മുന്നോട്ട് പോകുവാൻ വിദേശ രാജ്യത്തിലേക്കുള്ള ബാക്കി എല്ലാ പ്രോസസ്സും നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ ക്രമീകരിച്ച് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കുടുംബത്തിൻ്റെ സ്ഥലസംബന്ധമായൊരു വിഷയത്തിലും മകളിത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് അമ്മയോട് ചോദിക്കുന്നത്. അമ്മ മാതാവ് ഏറെ വർഷങ്ങളെടുക്കും, ഏറെ കുരുക്കുകളുണ്ട്, ഒട്ടും എളുപ്പമല്ല എന്നെല്ലാവരും പറയുന്നു. എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കതയോടുകൂടി ഈ നിയോഗം ഏൽപ്പിച്ച് ഉടമ്പടി പ്രകാരം ഏറ്റവും തീഷ്ണമായി ജീവിക്കുവാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും ഏറ്റവും സന്തോഷത്തോടെ നിർവഹിച്ചു പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, 5 മാസം കൊണ്ട് തൻ്റെ ബർത്ത്ഡേയുടെ അതേ ദിവസം കരമടച്ച രസീത് അത് നിലം പുരയിടമാക്കി കിട്ടി കുടുംബത്തിന് അനുഗ്രഹമായെന്ന്. അതിന് അപ്പച്ചൻ്റെ ത്യാഗപൂർണമായ ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിച്ചത് ഉടമ്പടി പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെ പോയോ, ഏതൊക്കെ ഓഫീസുകളിൽ കയറിയോ അവിടെയൊക്കെ ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും ഏറ്റവും കുരുക്കും കുഴപ്പവുമുള്ള ഈ വിഷയത്തിന് മേൽ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അല്പം പോലും ക്ലേശിക്കാതെ അമ്മ മാതാവും തുരിക്കുമാരനും സമയച്ചുരുക്കത്തിൽ ആ കൃപ ആ ഒരു നിയോഗം അനുവദിച്ച് ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കത്തിക്കൊണ്ടിരുന്ന തിരിയിൽ ഒരു പേര് തെളിയപ്പെടുന്നു. ഭാഷ ഏതെന്ന് പോലും അറിയില്ല. ഭാഷയറിയാതെ അക്ഷരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കാണാനാവുന്നുണ്ട്.
വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ അർത്ഥം? മകൾ കലഹിച്ചു കൊണ്ടിരുന്നത് ഉള്ളം കയ്യിൽ എന്നെ കൊണ്ടു നടന്നിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇതിന് മാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതായിരുന്നു അവരുടെ പരാതി. എന്നാൽ തിരിയിൽ ഒരു ഹൃദയരൂപം തെളിയുകയും അതിലിങ്ങനെ അക്ഷരങ്ങൾ കൊത്തിവെച്ചതുപോലെ കാണുകയും ചെയ്യുന്നു. മകളത് വീഡിയോയിൽ നമ്മളെ കാണിച്ചു തന്നു അവൻ്റെ ഫോട്ടോ. പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നു അതൊരു ഹെബ്രായ പദമാണ്. ആ പദം ജോന അവളുടെ പേര് തന്നെയാണ്. എൻ്റെ കരങ്ങളിലല്ല, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പേരെഴുതി വെച്ചു വന്ന സന്ദേശമാണ് മകൾക്ക് കൈമാറുന്നത്. അതിനുശേഷം അവളുടെ ആത്മീയ ജീവിതത്തിന് വലിയ കുതിപ്പുണ്ടാകുന്നത്, ദൈവികമായ ദർശനങ്ങൾ ഉണ്ടാകുന്നത്, സ്വപ്നങ്ങളിൽ കൃത്യമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അവൾ തന്നെ പറഞ്ഞു സഹനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കുരിശ് നിലം പതിക്കുന്നതാണ് കണ്ട സ്വപ്നം. എന്തെന്നറിയാതെ ആകെ അവൾ പ്രയാസപ്പെടുമ്പോൾ തുടർന്ന് വരുന്ന ആഴ്ചയിൽ ഒരു ഫുഡ് പോയിസൺ വന്ന് വല്ലാത്ത രീതിയിൽ അവൾ സഹനത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. എൻ്റെ കർത്താവ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളെ മുൻകൂട്ടി കാട്ടിത്തന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം അറിയിച്ചുകൊണ്ട് എൻ്റെ കൂടെ തമ്പുരാനുണ്ടെന്ന് മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റൊന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തി എവിടെയൊക്കെ പോകണ്ടേ, എങ്ങോട്ടാ പ്രോസസ്സ് നടത്തണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് കൃത്യമായി ആ തിരിയുടെ ഉള്ളിൽ ഒരു വൃത്തം പോലെ, ദീർഘവൃത്തം പോലെ ഒരിടം കാണിച്ചു കൊടുക്കുന്നു. ഈ കിട്ടിയ ഒരു ചിത്രം ഈ കുടുംബം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇത് ഏതാണ് ദേശം, ഈ പ്രദേശം ഏതാണ്? ഭൂപടത്തിൽ നോക്കി വരുമ്പോൾ കാണുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു പ്രദേശമാണ് കാട്ടിക്കൊടുക്കുന്നത്. ഇന്ന് മകൾ ആ നാട്ടിലേക്കാണ് പോകുന്നത്. അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ വളരെ കൃത്യതയുള്ളതാണ്. ഒരു ദർശനം, ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു സ്വപ്നം അമ്മ കൈമാറുമെങ്കിൽ അതിനൊപ്പം അതിൻ്റെ അർത്ഥമുണ്ടാവും. ഉടമ്പടിയിൽ സന്ദേശങ്ങൾക്ക് അർത്ഥമുണ്ടാവും. അത് നിയോഗങ്ങൾ സഫലമാകുന്ന തരത്തിലുള്ള അർത്ഥവുമായിരിക്കും. ഈ കുടുംബം ഒന്നിനു പുറകെ ഒന്നായി ദൈവമാതാവിൻ്റെ ഇടപെടലിലൂടെ ലഭിച്ച സന്ദേശങ്ങളെ, സ്വപ്നങ്ങളെ, വാക്കുകളെ ഓരോന്നും കിട്ടുമ്പോൾ കുടുംബം പറയുന്നുണ്ട് അമ്മ മാതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മകൾ പറഞ്ഞു, ഞാൻ ബയോളജി പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ ഏറെ ക്ലേശിച്ചാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നിരുന്ന നിമിഷം മുതൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ അമ്മ സംസാരിക്കുകയാണ്. ഓരോ ഉത്തരവും ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനാകെ എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ഏറ്റവും കൂടിയ മാർക്ക് അമ്മ എനിക്ക് നൽകിയത് ആ പരീക്ഷയ്ക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവാനുഭവങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തരാണോ നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് ചെറുതോ വലുതോ എന്ന നിശ്ചയമൊന്നുമില്ല. ആരായാലും, എളിയവരാവട്ടെ വലിയവരാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ വൃദ്ധരാവട്ടെ, ദൈവമാതാവിനും ഈശോയ്ക്കും സന്ദേശങ്ങൾ കൈമാറുവാൻ ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ഈ 18 വയസ്സുള്ള മകള് ഈശോയെ ഇത്ര കണ്ട് ഇൻറ്റിമസിയോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ലോകത്തോട് പറയുന്നത്, ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി എൻ്റെ കർത്താവിനോട് നിരന്തരം സംസാരിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് നിരന്തരം സന്ദേശങ്ങൾ നൽകി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാർത്ഥിക്കുവാൻ മടുപ്പില്ലാതെ, പ്രേക്ഷിത വേല ചെയ്യുവാൻ മടുപ്പില്ലാതെ, ദൈവസ്നേഹത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ തീഷ്ണത നൽകിക്കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയും ഈശോയും കരം പിടിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് 3 പേരുടെയും വാക്കുകളിൽ ഉടമ്പടി ഓരോരുത്തരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന്, ഓരോരുത്തരും ഉടമ്പടിയിൽ എങ്ങനെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തുവെന്ന് നമ്മളോട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് ദൈവം അവൻ്റെ ശക്തിയാൽ നമ്മളെ വിജയിപ്പിക്കും. നമുക്കെല്ലാം ബ്ലോക്കായി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വഴികൾ തുറന്ന് പുതിയ ആകാശം നൽകുന്നതിന്, പുതിയ സ്വപ്നങ്ങൾ നൽകുന്നതിന്, ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ദൈവം കൂടെ നടക്കുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷം, അതിൻ്റെ സാക്ഷ്യം, അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബലത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്